ഹലോ, നമുക്ക് കുറച്ച് മൂകാംബിക കാഴ്ച കണ്ടാലോ? പോകാം. കണ്ടതാണ് മൂകാംബിക ടെമ്പിളിൻ്റെ മുൻവശം. നല്ല അടിപൊളി മഴയായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. കൂടെ കൊണ്ടുപോയതും കൊണ്ട് അതിന് കഷ്ടപ്പാടുണ്ടായില്ല. ബാംഗ്ലൂരിൽ നിന്ന് പോകാൻ ഈസിയായ മെത്തേഡ് ഞാനൊന്ന് പറഞ്ഞു തരാം. ചിലരൊക്കെ അറിയുമായിരിക്കും, എങ്കിലും അറിയാത്തവർക്കായി പറഞ്ഞു തരാം. മെജസ്റ്റിക്കിൽ നിന്ന് ട്രെയിനിൽ വൈകിട്ട് 6:50 ആ ടൈമിൽ പോയി കഴിഞ്ഞാൽ 5 മണിക്ക് മൂകാംബിക, അതായത് ബൈന്ദൂർ സ്റ്റോപ്പിൽ ഇറങ്ങാം. അവിടെ നിന്നും നമ്മൾ 4 കിലോമീറ്റർ 50 രൂപ ഓട്ടോ. അധികം കൊടുക്കരുതേ. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബസ് കിട്ടും, ഇഷ്ടം പോലെ ബസ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ നിന്ന് നമ്മൾ അമ്പലത്തിന് അവിടെ വിടുന്നു. അധികം ചാർജൊന്നുമില്ല, ഒരു 40 to 45. അവിടെ നിന്ന് നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റൂം എടുക്കാം. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസോ റൂമുകളോ എടുത്ത് നമുക്കവിടെ സ്റ്റേ ചെയ്യാവുന്നതാണ്. അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഇഷ്ടം പോലെ ലോഡ്ജുകളുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഫ്രഷായി വന്നു കഴിഞ്ഞാൽ ചെരുപ്പ് പുറത്ത് വെച്ച് ഉള്ളിൽ വന്ന് ക്യൂ നിന്ന് നമ്മുടെ തിരക്കിനനുസരിച്ച് ഞങ്ങൾ പോയ സമയത്ത് അധികം ക്യൂ ഇല്ലായിരുന്നു, തിരക്കില്ലായിരുന്നു. എന്നാലും തിരക്കുണ്ടായിരുന്നു. പക്ഷെ നന്നായി അടിപൊളിയായി വന്നത് 3 ട്രെയിനിൽ നമ്മൾ പോയി. പിന്നെ നല്ലൊരു അവിടുത്തെ വഴിപാടാണ് വിളക്ക് കത്തിക്കൽ. നമ്മുടെ എല്ലാ ദോഷങ്ങളും മാറി ഭഗവതിക്ക് കൊടുക്കുന്നൊരു വഴിപാടാണ് ഈ വിളക്ക്. ഈ വിളക്ക് അവിടെ തന്നെ കിട്ടും. നമ്മൾ കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കേ വേണ്ടൂ. കാരണം സാമാന്യം തിരക്കുണ്ട്. പിന്നെ നമ്മൾ സോബർണിക പുഴയിൽ പോയതാണ്. അതിൽ മഴ കാരണം നല്ല വെള്ളം നല്ല ഒഴുക്കായിരുന്നു. അതുകൊണ്ട് അവിടെയൊക്കെ ക്ലോസ് ആയതുകൊണ്ട് ഇറങ്ങാനോ കുളിക്കാനോ ഒന്നും പറ്റിയില്ല. പുറമെ നിന്ന് കണ്ടു പോരാനേ സാധിച്ചുള്ളൂ. നല്ല വെള്ളമായിരുന്നു, നല്ല മഴയായിരുന്നു. അറിയാതെ കെട്ടിയതാ കണ്ടാ കെട്ടിയതാ പറയാ. പിന്നെ വൈകിട്ട് ഞങ്ങൾ വീണ്ടും വന്ന് തൊഴുതു. പിന്നെ അത് കഴിഞ്ഞ് അത്താഴ പൂജ കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രസാദം, കഷായ പ്രസാദം കൊടുക്കുന്നതാണ്. അതിൻ്റെ ക്യൂ ആണിത്. ഒരുപാട് നല്ല ക്യൂ ആയിരുന്നു. അതിന് ദേവിയെ പുറത്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കഷായം കൊടുക്കുന്നത്. പ്രസാദം അത് കഴിച്ച് കഴിഞ്ഞിട്ടാണ് നട അടയ്ക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.